വെൽക്കം ടു എയിംസ് ഗ്രാൻഡ് ഫിനാലെ. അൽഫല ഇൻ്റഗ്രേറ്റഡ് മോഡേൺ സ്കൂൾ എയിംസ് നടത്തുന്ന നമ്മുടെ മക്കൾ ഒരു വർഷമായി ജനറൽ നോളജ് ആഴ്ച തോറും ന്യൂ ബ്ലോക്കിൽ നമ്മുടെ ഷിബിലി മിസ്സിൻ്റെയും ഓൾഡ് ബ്ലോക്കിൽ ഷെഫ്ന മിസ്സും ഒരു വർഷമായി GK ക്വസ്റ്റ്യനുകൾ നിരന്തരം ഗ്രൂപ്പിലൂടെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എയിംസിലെ സ്റ്റുഡൻസ് ഡേ ടു ഡേ അപ്ഡേറ്റ് ആണ് ഈ ഒരു വിഷയത്തിൽ, ജനറൽ നോളജിൻ്റെ വിഷയത്തിൽ. ഇതിൽ ഏറ്റവും പ്രശ്നമുള്ളൊരു ടീച്ചേഴ്സ് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യം ഇതിൻ്റെ സെമി ഫൈനൽ ആയിരുന്നു. ഈ 8 പേരെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രശ്നമുള്ളൊരു സംഭവമായിരുന്നു. അതിൽ നിന്ന് നമുക്ക് കഴിയും വിധത്തിൽ സെലക്ട് ചെയ്യപ്പെട്ട 8 പേരാണ് ഇവിടെയുള്ളത്. ഇവർക്ക് കൊടുത്ത ക്വസ്റ്റ്യൻസ് ഫുള്ള് ഇവർ പഠിക്കും. അപ്പോൾ നമ്മൾ ഇവരൊന്ന് പറ്റിക്കാൻ പോവാണ്. 7 റൗണ്ട് റൗണ്ടുകളാണ് ഈ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉള്ളത്. 22 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. 7 റൗണ്ട് എന്ന് കേൾക്കുമ്പോൾ വലിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നണ്ട. 22 ചോദ്യങ്ങൾ, 410 പോയിന്റുകളുണ്ട്. 5 റൗണ്ടുകളിൽ നെഗറ്റീവ് മാർക്കുകളുണ്ട്. 4 ലൈഫ് ലൈനുകളുണ്ട്. ആ ലൈഫ് ലൈനുകൾ ഏതൊക്കെയെന്ന് നമുക്കറിയാം. ഇതൊരു എയിംസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ആയതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരാളെ കൂടെ ക്ഷണിക്കുകയാണ്. സനാഫ് സർ, പ്ലീസ് കം. അപ്പോൾ ഓപ്പറേറ്റർ ജസ്റ്റ് മൈ. Hello, thank you for the investigation, Sufyan sir. ഓക്കെ സർ, നമുക്ക് എല്ലാം സിമ്പിളാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. 7 റൗണ്ടുകൾ, 22 ക്വസ്റ്റ്യൻസ്, 410 പോയിന്റുകൾ, അതിൽ 5 റൗണ്ടുകൾ മാത്രല്ല സർ, 4 ലൈഫ് ലൈനുകൾ. പക്ഷേ ഈ ലൈഫ് ലൈൻ്റെ ഒരു പ്രത്യേകത, ഒരാൾ ഒരു ലൈഫ് ലൈൻ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് മറ്റൊരു ലൈഫ് ലൈൻ ആ വ്യക്തിക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു കാര്യമല്ല. ഒരൊറ്റ ലൈഫ് ലൈൻ. ഒരാൾക്ക് ഒരൊറ്റ ലൈഫ് ലൈൻ. ഹലോ സാർ, എന്താ നമുക്ക് കോമ്പറ്റീഷൻ ആരംഭിച്ചാലോ? യെസ്, തീർച്ചയായിട്ടും. നിങ്ങൾ തയ്യാറല്ലേ? ഓഡിയൻസ് ഒരു ഹായ് പറഞ്ഞേ. ഹലോ, ഹായ്. ഞാൻ ഹായ് പറയുമ്പോൾ നിങ്ങൾ ഹലോ പറയാ, ഞാൻ ഹലോ പറയുമ്പോൾ നിങ്ങൾ ഹായ് പറയാം. ഹലോ, ഹായ്. ഓക്കെ സാർ, നമ്മുടെ ഓഡിയൻസ് വളരെ വലിയ രീതിയിലാണ്, എക്സ്പെക്ടേഷനിലാണ് ഇരിക്കുന്നത്. അതെ, 4 ചോദ്യങ്ങൾ ഉത്തരം പറയാനുള്ള അവസരം അവർക്ക് കൂടെയുണ്ട്. സർ, ഓഡിയൻസ് റെഡിയാണ്. പക്ഷെ നമ്മുടെ ഗുരുജി ആർ യു റെഡി? ഓക്കെ, ഗുരുജി റെഡിയാണ്. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ ഇവിടെ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. സുഫിയാൻ സാർ, ഓക്കെ. റൗണ്ട് 1 കൗണ്ട് ഡൗൺ റൗണ്ട് ആണ്. നേരത്തെ നമ്മൾ പറയാൻ വിട്ടുപോയി, ബസർ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നത്. 1ാമത്തെ റൗണ്ടിൽ നമ്മൾ തൽക്കാലം ഒന്ന് മാറ്റി വെക്കുകയാണ്. നിങ്ങളുടെ പേനകളാണ് 1ാമത്തെ റൗണ്ടിൽ ചലിക്കേണ്ടത്. ഓക്കെ, ഉത്തരങ്ങൾ കടലാസിൽ എഴുതുക എന്നുള്ളതാണ് 1ാമത്തെ റൗണ്ടിലെ. ഫസ്റ്റ്, വാട്ട് കംസ് നെക്സ്റ്റ് എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് കടന്നിട്ടില്ല ഗുരുജി. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് കം നെക്സ്റ്റ്, എന്താണ് ചോദ്യം? ഓക്കെ, ജസ്റ്റ് പോസ്. ACFJO, ഇതിനു ശേഷം ഏത് ലെറ്റർ ആണ് വരിക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. KL 14 J9435 എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതാണ്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട് നൗ. 10 സെക്കൻഡുകളാണുള്ളത്. ഗുരുജി, നമുക്ക് സൗണ്ട് കേൾക്കുന്നില്ല. ജസ്റ്റ് പോസ്. 8. സൗണ്ട് വരുന്നില്ല.
ഓപ്പറേറ്റർ ഓക്കെ, സൗണ്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ജസ്റ്റ് പ്ലേ. 7, 6, 5. Yes, his time is over. ഓക്കെ സാർ, ആരൊക്കെയാണ് ഉത്തരം എഴുതിയത് എന്ന് നോക്കാം അല്ലേ? ഓക്കെ, നോക്കാം. പെൻ ഡൗൺ. പെൻ ഡൗൺ. ഇനി പെന്ന് കയ്യിലെടുത്താൽ മൈനസ് ആണ്. സർ, നമുക്ക് സമയം ലാഭിക്കുന്നതിന് വേണ്ടി നേരെ ഉത്തരത്തിലേക്ക് പോകാം. അതെ, പെൻ ഡൗൺ ആണ്. പെൻ ഇനി കയ്യിലെടുത്താൽ മൈനസ് ആണ്. ഓക്കെ, ഗുരുജി ആൻസർ. His right answer is letter U. യു എഴുതിയവരുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എഴുന്നേറ്റ് നിൽക്കുക. ആരെങ്കിലും യു എഴുതിയിട്ടുണ്ടോ? യെസ്, ഇവിടെ ഒരാൾ എഴുതിയിട്ടുണ്ട്. 2 പേര് എഴുതിയിട്ടുണ്ട് സാർ, യു എന്നുള്ള ലെറ്റർ എഴുതിയിട്ടുണ്ട്. റസാൻ. റസാൻ. നിസ ഹാജറ. സുഫിയാൻ സാർ, എങ്ങനെയാണ് ആ ലെറ്റർ യു ആയിട്ട് മാറുക? അതൊന്ന് നമുക്ക് നമ്മുടെ ഓഡിയൻസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, തീർച്ചയായും നമ്മുടെ ഓഡിയൻസ് അത് കാത്തിരിക്കുകയാണ്. സുഫിയാൻ സാറിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഗുരുജി ഒന്ന് ക്വസ്റ്റ്യൻ ബാക്കിലേക്ക് അടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ പറഞ്ഞു. ഒരിക്കൽ കൂടെ ആ ക്വസ്റ്റ്യനിലേക്ക് തിരിയുന്നു. 1 സെക്കൻഡ് മതി, ഒറ്റ സെക്കൻഡ്. ജസ്റ്റ് മുന്നിലോട്ട് പോയാലും ഓക്കെ ഓക്കെ. Who is the ഓക്കെ, എ ലെറ്റർ കഴിഞ്ഞതിന് ശേഷം ബി എന്ന് പറയുന്ന ഒരു ലെറ്റർ ഇവിടെ വരേണ്ടതായിരുന്നു. ഇവിടെ ഒരു ലെറ്റർ. സി കഴിഞ്ഞാൽ ഡി ഇ 2 ലെറ്ററായിട്ട് അത് മാറുന്നു. എഫ് കഴിഞ്ഞാൽ അത് 3 ലെറ്ററായിട്ട് മാറുന്നു. ജെ കഴിഞ്ഞാൽ 4 ലെറ്ററായിട്ട് മാറുന്നു. ഒ കഴിഞ്ഞതിന് ശേഷം 5 ലെറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് യു വരുന്നത്. സർ, ഇത്രയും സെക്കൻഡിനുള്ളിലാണ് നമ്മുടെ ഈ സ്റ്റുഡൻസ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. യെസ്, കൺഗ്രാറ്റുലേഷൻസ്. പ്ലീസ് ക്ലാപ്പ് ഓഡിയൻസ്. ഇത്രയും ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കണക്കിലൂടെ, ഒരു മാത്തമാറ്റിക്സിലൂടെയാണ് ഈ ഒരു ചോദ്യം കടന്നു പോയിട്ടുള്ളത്. അത്രയും ടോപ്പിലാണ് അവർ ഉത്തരം കണ്ടെത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിയാം അല്ലേ സാർ? യെസ്, ഈ റൗണ്ടിൽ റസാൻ നിസ ഹാജറ 10 പോയിന്റുകൾ നേടിയിരിക്കുകയാണ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗുരുജി. Okay, who is the Chief Justice of the Supreme Court of India? അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. The Supreme Court of India. നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 7. സർ, ഈ ബോംബ് ബ്ലാസ്റ്റ് ആവുന്നതോടുകൂടെ ഇതിന്റെ സമയം അവസാനിക്കുന്നു. ഗുരുജി, just pause. Okay, what a timing. നമ്മുടെ ഗുരുജിക്ക് വേണ്ടി ഒരു കയ്യടി കൊടുക്കി. ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്നും ഗുരുജിക്ക് വേണ്ടി ഒരു കയ്യടി കൊടുക്കേണ്ടതാണ്. That is a brilliant moment for Guruji. ഗുരുജി, ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അല്ലേ സാർ? ഗുരുജിയോടൊന്ന് ചോദിക്കണം. ഗുരുജി, വാട്ട് ഇസ് ദ ആൻസർ? എങ്ങനെ സാധിക്കുന്നു ഈ ഒരു ടൈമിംഗ് ഒക്കെ? ഓക്കെ, മറുപടി പറയാം. ഓക്കെ, ആൻസർ പ്ലീസ്. സൂര്യകാന്ത് ആണ് നിലവിലെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. സൂര്യകാന്ത്. ഇസിയാൻ ജൗഹർ 10 മാർക്ക് നേടിയിരിക്കുന്നു. ഹംദ വീണ്ടും 10 മാർക്ക് നേടിയിരിക്കുന്നു. ഈ റൗണ്ടിന്റെ ഒരു പ്രത്യേകത മൈനസ് ഇല്ലാത്ത റൗണ്ടായിരുന്നു. ആ മൈനസ് ഇല്ലാത്ത റൗണ്ടിൽ അവസാനത്തെ ചോദ്യം പ്ലീസ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ഗുരുജി. യെസ്. കേരളം മുതൽ ഗോവ വരെയുള്ള ഖനന ക്വാറി മാഫിയകളെ ഇല്ലാതാക്കാൻ കെൽപ്പുണ്ടായിരുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ അവർ ഒളിഞ്ഞും തെളിഞ്ഞും അമ്പെയ്തു. ജനങ്ങളെ ആകെ കുടിയൊഴിപ്പിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ലെങ്കിലും സാധാരണ ജനങ്ങൾക്കിടയിൽ അത്തരമൊരു പ്രചാരണം വലിയ തോതിൽ നടത്തി. റിപ്പോർട്ടിനെതിരായ പ്രതിഷേധത്തിനൊപ്പം നിൽക്കുകയല്ലാതെ മാർഗമില്ലെന്ന അവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികളും എത്തി. പശ്ചിമഘട്ടത്തെ പരിസ്ഥിതിലോല മേഖലയായി പ്രഖ്യാപിക്കുന്നതായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ. ഈ മേഖലയിലെ 142 താലൂക്കുകളെ 3 തരം പരിസ്ഥിതിലോല സോണുകളായി നിശ്ചയിച്ചു. ഖനനം, പുതിയ ഡാമുകൾ, പുതിയ ജലവൈദ്യുത പദ്ധതികൾ, പവർ പ്ലാന്റുകൾ തുടങ്ങിയവയൊന്നും ഈ മേഖലകളിൽ അനുവദിക്കരുതെന്നും ശുപാർശ ചെയ്തു. പരിസ്ഥിതി മന്ത്രാലയത്തിനു കീഴിൽ പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി രൂപീകരിക്കാനും കമ്മിറ്റി നിർദ്ദേശിച്ചു.
ഇത് അപ്രായോഗികവും യാഥാർത്ഥ്യബോധം ഇല്ലാത്തതുമാണെന്ന് ഭരണകൂടങ്ങൾ അടക്കം വാദിച്ചു. സമരം കടുത്തതോടെ പശ്ചിമഘട്ട മേഖലയിലെ 6 സംസ്ഥാനങ്ങളും ഗാഡ്ഗിൽ റിപ്പോർട്ട് തള്ളി. മാധവ് ഗാഡ്ഗിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കാം. ഒരു സയന്റിസ്റ്റ്, അദ്ദേഹം അറിയപ്പെടുന്നത് ദ സയന്റിസ്റ്റ് ഇന്ത്യ ഇഗ്നോർഡ്, ഇന്ത്യ മുഖവിലെടുക്കാത്ത, ഇന്ത്യ അവഗണിച്ചിട്ടുള്ള ഒരു സയന്റിസ്റ്റ് എന്ന പേരിലാണ് മാധവ് ഗാഡ്ഗിൽ അറിയപ്പെടുന്നത്. ആ അവഗണന ചിലരുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ നിങ്ങളോടുള്ള ചോദ്യം ഇതുവരെ പറഞ്ഞില്ല. മാധവ് ഗാഡ്ഗിൽ അന്തരിച്ച വർഷം, തീയതി, ഏത് മാസമാണ്, ഏത് ദിവസമാണ്, ഏത് വർഷമാണ്? 3 ഉത്തരങ്ങളും എഴുതുന്നവർക്കാണ് 10 പോയിന്റ് സർ. And the countdown is start. Guruji, 6, 5, 4, 3, 2, 1, pen down. pen down. ഗുരുജി, നേരെ ആൻസറിലേക്ക് നമുക്ക് പോകാം. ഒരാൾ സർ ഇവിടെ കോൺഫിഡൻറ്റോട് കൂടി ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. നമുക്ക് നേരെ ഉത്തരത്തിലേക്ക് പോകാം. വളരെ കോൺഫിഡൻസോട് കൂടിയാണ്. ഗുരുജി, പ്ലീസ് ആൻസർ പ്ലീസ്. ആൻസർ ഈസ് യെസ്, 7/1/2026 ഇസിയാൻ ജൗഹർ സർ. റൈറ്റ് ആൻസർ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു മത്സരാർത്ഥികളിൽ ഏറ്റവും ചെറിയ ക്ലാസ്സിൽ നിന്നുള്ള കുട്ടിയാണ്. ഒരാളും കൂടെ ഉണ്ട്. റൈറ്റ് ആൻസർ. right January answer. 7 Hiba and Isian Jauhar. ഓഡിയൻസ്, നിങ്ങൾക്കും ഇതിൽ പങ്കാളികളാകാം. നിങ്ങളുടെ അറിവുകൾ വളർത്തിയെടുക്കാം. തക്കതായിട്ടുള്ള സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആൻഡ് ദിസ് റൗണ്ട് ഈസ് ഓവർ. സുഫിയാൻ സാർ. ഇസിയാൻ ജൗഹർ എത്ര പോയിന്റാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്? 2 പോയിന്റ് അല്ലേ? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇസിയാൻ ജൗഹർ 2 പോയിന്റ്. റസാൻ 10 പോയിന്റ് നേടി. ഒന്നാമത്തെ ചോദ്യത്തിന് തന്നെ ഉത്തരം പറഞ്ഞു അല്ലേ? നിസ ഹാജറ 10 പോയിന്റ് നേടി. എത്രാം ക്ലാസ്സിലാണ്? 4ാം ക്ലാസ്സിലാണ്. ഇവിടെ ഷറഫ. പ്രശ്നമില്ല, ഇനിയും 19 ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. പല ചോദ്യങ്ങൾക്കും സർ മൈനസിന്റെ ഒരു വലിയൊരു ശാഖന വരുന്നുണ്ട്. അതെ, ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നവർ ചിലപ്പോൾ അവസാനത്തിലേക്ക് പിന്തള്ളപ്പെട്ടേക്കാം. മൈനസുകളുടെ എണ്ണങ്ങൾ നോക്കിയിട്ടായിരിക്കും ഈ ഒരു മത്സരത്തിന്റെ വില നിങ്ങൾ അറിയാൻ പോകുന്നത്. ഇവിടെ മാർക്ക് നേടിയിട്ടുള്ളത് ഹിബയാണ്. ഹിബ മാത്രമാണ് ഈ ഒരു സൈഡിൽ മാർക്ക് നേടിയിട്ടുള്ളത്. ഗുരുജി, 2ാമത്തെ റൗണ്ടിലേക്ക്. സോറി സാർ, ഹംദയും മാർക്ക് നേടിയിട്ടുണ്ട്. ഹംദ എത്ര മാർക്കാണ് നേടിയിട്ടുള്ളത്? ഒരു ആൻസർ ആണ് കറക്റ്റ് ആക്കിയിട്ടുള്ളത്. 2ാമത്തെ റൗണ്ട് ശരിക്കും ശ്രദ്ധിക്കുക സർ. 3 ക്വസ്റ്റ്യനുകൾ 10 പോയിന്റ്. ഓരോ ചോദ്യത്തിനും 10 പോയിന്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക് മൈനസ് ആണ്. നമ്മുടെ ബസർ ഇനി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി പെന്നും ബാക്കിയൊക്കെ നമുക്ക് ഒഴിവാക്കാം. ആർക്കാണോ ആദ്യം ഉത്തരം കിട്ടുന്നത് ഉടൻ തന്നെ ബസർ നിങ്ങൾ അമർത്തേണ്ടതാണ്. ഇത് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് കൂടെ ചിന്തിക്കണം. ഉത്തരം മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. ബസറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ആരാണ് ഇവിടെ ആദ്യം ആരാണ് ബസർ അമർത്തുന്നതെന്ന് നമ്മുടെ ബസർ ഓപ്പറേറ്റർ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കായിരിക്കും കൃത്യമായി ഇതിൻ്റെ കണക്കുകൾ അറിയാൻ സാധിക്കും. എനിവേ സർ, ഗുരുജി നമ്മുടെ ആദ്യത്തെ ചോദ്യം ഒന്ന് പോന്നോട്ടെ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ ജംബിൾഡ് വേർഡ്സ് ആണ്. ജസ്റ്റ് പോസ്. ഏതാണ് ഈ വേർഡ്? വളരെ പരിചിതമായിട്ടുള്ള ഒരു വേർഡ് കൂടെയാണ്. ഒരാൾ ബസർ ഞെക്കി കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും ആൻസർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഞെക്കാം. ബസർ അമർത്താം. ഇതിൽ കൗണ്ട് ഡൗൺ ഉണ്ടാകുന്നതല്ല, വളരെ പരിചിതമായിട്ടുള്ള ഒരു വേർഡാണ്. ഓഡിയൻസ് ഒരിക്കലും വിളിച്ചു പറയരുത്. ടൈം ഓവർ സർ. നമുക്ക് നിസ ഹാജറോട് ആൻസർ ഒന്ന് പറയോ? ജസ്റ്റ് ഓൺ ദി മൈക്ക്. Integrated. The right answer is integrated. Al Falah Integrated Modern School. ആദിലെ ഇന്റഗ്രേറ്റഡ് ആണ് ശരിയായ ആൻസർ.
യെസ്, ഗുരുജി ഉത്തരം വിട്ടു കഴിഞ്ഞു. ഗുരുജി ഉഷാറല്ലേ? ഓക്കെ, എന്നാ നെക്സ്റ്റ് ചോദ്യം പോന്നോട്ടെ ഗുരുജി. അങ്ങനെ രണ്ടാം റൗണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമ്മുടെ മത്സരാർത്ഥികൾ റെഡി ആയിരിക്കുന്നു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബസർ അമർത്തി കഴിഞ്ഞു. ഹു ഈസ് ദ ഫസ്റ്റ്? അതിൽ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കരുത്, ജസ്റ്റ് വൺ പ്രസ്. നിങ്ങൾ മത്സരാർത്ഥികൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ 3 പേർക്ക് മാത്രമേ ബസർ അമർത്താനായിട്ട് പറ്റുകയുള്ളൂ. അതിനുശേഷം ബസർ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ബസർ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിക്ക് ആ ഒരു ബസർ അമർത്തിയതായിട്ടുള്ള ആ ഒരു ഇത് പോകുന്നതായിരിക്കില്ല. ആദ്യത്തെ 3 ആൾക്കാർക്ക് മാത്രമാണ് ബസർ അമർത്താനുള്ള ചാൻസ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഹു ഈസ് ദ ഫസ്റ്റ്? സോ ദിസ് ക്വസ്റ്റ്യൻ ക്യാൻസൽഡ്. ഒരുപാട് ആളുകൾ ഒന്നിച്ചമർത്തിയത് കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ്. ജസ്റ്റ് നോ വൺ ഗെറ്റ് എനി പോയിന്റ്. നമുക്ക് ഈ ഉത്തരം പറയാൻ ഓഡിയൻസിന് ഒരു ചാൻസ് കൊടുക്കണോ? ഓഡിയൻസിന് ആർക്കെങ്കിലും ഈ ഉത്തരം അറിയോ? ഓക്കെ, ഒരുപാട് പേര് കൈ പൊക്കുന്നു, ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഗുരുജി ആൻസർ. യെസ്, വളരെ പരിചിതമായിട്ടുള്ള ഒരു വേർഡാണ് സാർ. യെസ് സർ, ദ ആൻസർ ഈസ് സ്റ്റുഡന്റ്. ഓക്കെ, ആറാമത്തെ ചോദ്യം പെട്ടെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is first? Who is first? ഉത്തരം തെറ്റായാൽ മൈനസ് ആണ്. നമ്മളെ ചോദ്യം ചോദിച്ച പാടെ നൊട്ടിയിടയിലാണ് ഓരോ വിദ്യാർത്ഥികളും ബസർ അമർത്തിക്കൊണ്ടിരിക്കുന്നത്. Who is the first? ഓക്കെ, മറ്റാർക്കും ഉത്തരമില്ല എന്ന് തോന്നുന്നു. Yes. ഇവിടെ മാത്രം റയ്യാൻ. സെലിബ്രേഷൻ റൈറ്റ് ആൻസർ ആണോ? Is the right answer? അതാണോ? മൈനസ് വരും. നമുക്ക് നോക്കാം. ഗുരുജി ഏതാണ് ശരിക്കുള്ള ആൻസർ? ഏതാണ് ആൻസർ? ഈസ് യെസ്, സെലിബ്രേഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് വിജയ് ഒന്ന് പരിചയപ്പെടാം. റയ്യാൻ എത്രാം ക്ലാസ്സിലാണ്? 4 ക്ലാസ്സിൽ പഠിക്കുന്ന റയ്യാൻ. സാർ, ഒരു കാര്യം പറയാനുള്ളത്, ക്വസ്റ്റ്യൻ വന്ന പാടെ തന്നെ റയ്യാൻ ബസർ അമർത്തിയിട്ടുണ്ട്. ഹോ, വാട്ട് എ മൈൻഡ് സെറ്റ്. അതും അത്യാവശ്യം നല്ല ഹാർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അത് മാത്രമല്ല മൈനസ് വരുമെന്ന് കരുതിയിട്ടാണ് ബസർ അമർത്തിയിട്ടുള്ളത്. യെസ്, ഒരു നല്ലൊരു ക്ലാപ്പ് ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്നും റയ്യാന് കൊടുക്കേണ്ടതുണ്ട്. പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് പോകുന്നു. മൂന്നാമത്തെ റൗണ്ട് ഓഡിയോ റൗണ്ടാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർ, നമ്മളൊരു ഓഡിയോ ഇതിൽ പ്ലേ ചെയ്യുന്നു. മത്സരാർത്ഥികൾ ശ്രദ്ധിക്കുക, ഒരു ഓഡിയോ നമ്മുടെ സ്ക്രീനിൽ പ്ലേ ചെയ്യും. ആ ഓഡിയോ ആരുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഈ റൗണ്ടിൽ ഏകദേശം എത്ര ക്വസ്റ്റ്യൻസാ സാർ? 3 ക്വസ്റ്റ്യൻ ഉള്ളൂ. 20 പോയിന്റുകൾ ഉണ്ട്. ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 20 പോയിന്റ്. നേരത്തെ മാർക്ക് നേടിയവരൊക്കെ നേടാത്തവർക്ക് വലിയൊരു ചാൻസ് ആണ്. അട്ടിമറി വിജയം നേടാം, മൈനസും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ആദ്യം അമർത്തുന്നവരെ മാത്രം പരിഗണിക്കുകയുള്ളൂ. തുടർന്നങ്ങോട്ട് എല്ലാവരും അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാൻസ് തന്നെയാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. ഓക്കെ ഗുരുജി, ബസറിൽ അമർത്തി പിടിക്കരുത്, അത് നിങ്ങളുടെ മാർക്ക് തന്നെ പോകും. ഓക്കെ ഗുരുജി, when I used to raise the constitution like this, people understood what I was saying. They were saying that the BJP is attacking our tradition, attacking our language, attacking our states, attacking our histories. And most importantly, what they understood was that anybody who is attacking the Constitution of India is also attacking our religious tradition. ഗുരുജി, സ്റ്റോപ്പ് ടൈമും അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. ആരും തന്നെ ബസർ പ്രസ് ചെയ്തിട്ടില്ല. ഓഡിയൻസിലേക്ക് യെസ്, APJ അബ്ദുൽ കലാം. സാർ, അത് APJ അബ്ദുൽ കലാം നോക്കാം, നമുക്ക് ആൻസർ നോക്കാം. ഇനി ആർക്കെങ്കിലും Who is that? അവിടെ നിന്ന് ആരോ ഉത്തരം പറയുന്നുണ്ട് സാർ. ഓക്കെ, മൈക്ക് പാസ് ചെയ്യാം. ഓക്കെ,
കറക്റ്റ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസ് ഒരുപാട് പോയിന്റുകൾ നേടുകയാണെങ്കിൽ. യെസ്, അവിടെ ഒരു ആൻസർ വന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ആണോ സാർ? ജസ്റ്റ് നോട്ട് ചെയ്യണം. രാഹുൽ ഗാന്ധി ആണോ സർ? 2 ജൻസ് മതി. ഓക്കെ. ഇവൽക്കാർക്ക് കിട്ടിയില്ലല്ലോ, അപ്പോ പാരന്റ്സിലേക്ക് നമുക്ക് വെറുതെ കണ്ടിട്ട് കൊടുക്കണ്ട. ആ. പക്ഷെ ആൻസർ ഗുരുജി, ആർക്കെങ്കിലും ഉത്തരം ശരിയാൻ സാധ്യതയുണ്ടോ? യെസ് യെസ്, രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഈസ് എ റൈറ്റ് ആൻസർ. അപ്പോ നമ്മുടെ മൊമന്റോ അവിടെ വിന്നർ ആയിരിക്കുകയാണ്. ഓക്കെ, ആ വിന്നർ ആയിട്ടുള്ള വ്യക്തി ഒന്ന് സ്റ്റേജിലേക്ക് കയറി വരിക. മൈക്ക് പോയിന്റിന് അടുത്ത് തയ്യാറായി നിന്നാൽ അടുത്ത ചോദ്യം കഴിയുമ്പോഴേക്ക് ഓഡിയൻസ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, അല്ലേ സാർ? തീർച്ചയായിട്ടും. എയിംസിന്റെ ഇത്രയും ടോപ്പായിട്ടുള്ള ഒരു ഗ്രാൻഡ് ഫിനാലയിൽ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ലഭിക്കാൻ പോകുന്നത് നിങ്ങളായിട്ടുള്ള ഓഡിയൻസിനും കൂടെ ആയിരിക്കും. ഓക്കെ, ആ ഉത്തരം പറഞ്ഞിട്ടുള്ള വ്യക്തി പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഇവിടെ മത്സരാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഓഡിയോ കേട്ട് തുടങ്ങുമ്പോഴേക്കും അറിയുമെങ്കിൽ ബസർ അമർത്താം. ഓക്കെ ഓക്കെ, മൈനസ് ഇല്ലാത്ത ചോദ്യം. ഗുരുജി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത് ശുദ്ധമായതുകൊണ്ടാണ്, വെറുതെ പറയുന്നതല്ല. ആരുടെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് പറയാൻ പറ്റും. അത് പറയാനുള്ള കരുത്ത് ഈ നെഞ്ചിനുണ്ട്. സാർ ബസർ അമർത്തിയിരിക്കുന്നു സാർ. ഓക്കെ, പ്ലീസ് സ്റ്റോപ്പ് ദ നിങ്ങൾ വീഡിയോ. ഗവർണർ എന്ന സ്ഥാനത്തിരിക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾക്കുള്ള അധികാരങ്ങളും 2 പേർക്ക് കൂടെ അമർത്താം. അത് വെച്ചുകൊണ്ട് പ്രവർത്തിച്ചോളണം. അതിനപ്പുറം ഒരു ഇഞ്ച് കടക്കാമെന്ന് കരുതരുത്. ഓക്കെ ഓക്കെ, ഗുരുജി ജസ്റ്റ് വളരെ പരിചിതമായിട്ടുള്ള ഒരു ശബ്ദമാണ് നിങ്ങളുടെ ഒരാൾ മുന്നിൽ മാത്രം. പ്രത്യക്ഷപ്പെട്ടത്. ആരാണത്? ഓക്കെ, വിന്നർ. ഓക്കെ, ഇവിടെ റെഡിയാണ്. ആൻസർ ഒന്ന് പറയോ? പിണറായി വിജയൻ. ഓഡിയൻസ്, അത് റൈറ്റ് ആൻസർ ആണോ? ഉറപ്പാണോ സാർ? നമുക്കത് റൈറ്റ് ആൻസർ ആയിട്ട് തോന്നുന്നില്ല അല്ലേ? എല്ലാരും കൂടെ ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് അതിനു മുമ്പ് ഈ വിന്നർക്കുള്ള ഒരു ഉപഹാരം സമ്മാനിക്കാം. ആൻസർ പറഞ്ഞിട്ടുള്ള വിന്നർക്കുള്ള ഉപഹാരം. പ്ലീസ് കം ഓഡിയൻസ്, പ്ലീസ് ക്ലാപ്പ്. ഓക്കെ, ഒന്ന് പേര്? റഹ്മത്ത് മാഡമാണ് ഈ ഒരു അവാർഡിന് അർഹയായിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്കുള്ള ഓക്കെ ഓക്കെ ഇത് നൽകുന്നതിന് വേണ്ടി എയിംസ് മാനേജർ സിദ്ദീഖ് സർ. ഓക്കെ സർ, ഞാൻ ഈ ഗിഫ്റ്റ് ഒന്ന് കൊടുത്തോട്ടെ? ഗുരുജി, അടുത്ത ചോദ്യത്തിനായിട്ട് റെഡി ആക്കില്ലേ? ഓക്കെ ഓഡിയൻസ്, പ്ലീസ് ഒരു ക്ലാപ്പ് കൊടുക്കുക. ഒരു നല്ലൊരു ക്ലാപ്പ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആവശ്യം കേട്ടോ. അതെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. അതിനു മുമ്പ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താണ്ടല്ലേ? ഇല്ലേ? നിങ്ങൾ ഏത് ആൻസറാ പറഞ്ഞത്? പിണറായി വിജയൻ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സോറി, യെസ്, മുഖ്യമന്ത്രി, ചീഫ് മിനിസ്റ്റർ. ഗുരുജി, ആൻസർ. the answer is correct. പിണറായി വിജയൻ. എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ അല്ലെങ്കിൽ എത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗുരുജി പ്ലീസ് സ്റ്റോപ്പ് ദ സൗണ്ട്. ഫാത്തിമ സഫുഹ 20 പോയിന്റുകൾ. 20 പോയിന്റ്. ഈ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിട്ടുള്ളത് ഫാത്തിമ സഫുഹ. യെസ്, ഒരാൾ മാത്രമാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. 9ാമത്തെ ചോദ്യം, ഈ റൗണ്ടിൽ അവസാനത്തെ ചോദ്യം. സർ, ഗുരുജി. കാലത്ത് മുതൽ വൈകുന്നേരം വരെയും അധ്വാനിക്കുകയും അതിനുശേഷം കുടുംബവുമായിട്ട് ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരൊറ്റ പ്രക്രിയ മാത്രം നടത്തിയവൻ ഒരു പക്ഷേ ജീവിതത്തിൽ പലതും നേടാൻ സാധ്യമല്ല. അവസാനത്തെ ആഴ്ചക്കണക്കിനോ മാസക്കണക്കിനോ കുടുംബവുമായി വിട്ടു പല രാജ്യങ്ങളും സന്ദർശിച്ച് പല രാജ്യങ്ങളും യാത്ര ചെയ്ത് കച്ചവടത്തിന് ഇങ്ങനെ കിടന്ന് ഓടി നടക്കുമ്പോൾ ചിലപ്പോൾ പലതും നഷ്ടപ്പെടും. പക്ഷേ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാലേ വേറൊന്നും നേടാൻ കഴിയുള്ളൂ. എല്ലാം നേടുന്നൊരു ഒരു പ്രക്രിയ ഏതായാലും കച്ചവടക്കാരിൽ ഉണ്ടാവുകയില്ല. നമ്മൾ കാലത്ത്, ഞാൻ എന്നും എൻ്റെ ചെറുപ്പം എൻ്റെ വല്യപ്പത് പഠിപ്പിച്ചതാണ്. എന്നും കാലത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുമിനു ബിഹി വനതവക്കലു അലൈഹി, ദൈവത്തിലേക്ക് അർപ്പിച്ചിട്ടാണ് ഞാൻ എന്നും പുറത്തിറങ്ങാറ്. ഓക്കെ, ജസ്റ്റ് പൗസ് ഗുരുജി. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് സർ, ഇദ്ദേഹം ആരുമാകട്ടെ, ഇദ്ദേഹം പറയുന്നുണ്ട് കാലത്ത് ഞാൻ എന്നും ഈ ഭൂമി ലോകത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൽ അർപ്പിച്ചിട്ടാണ് ഈ ലോകത്തിലേക്ക് പ്രവേശിക്കാറ് എന്നുള്ളത് ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ആ മൊഴികളിൽ നിന്ന് നമുക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും സർ, ഈ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു മതപണ്ഡിതനാണോ എന്നൊക്കെ പലരും തോന്നിപ്പോകും.
പക്ഷെ ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. ഓഡിയൻസ് സോറി സാർ സാർ ഇവിടെ ഒരാൾ ബസർ അമർത്തിയിട്ടുണ്ട്. സോറി ആരാണ് ബസർ അമർത്തിയത്? ഷറഫയാണ് ബസർ അമർത്തിയിട്ടുള്ളത്. എന്താണ്? യൂസുഫ് അലി. ഇവിടെ ഒരു ഓഡിയൻസ് എഴുന്നേറ്റ് നിന്നത് ആൻസർ എന്തായിരുന്നു? യൂസുഫ് അലി. ഗുരുജി അങ്ങനെ വരാൻ സാധ്യത ഉണ്ടോ? ഗുരുജി ഓക്കെ, നമുക്ക് ഗുരുജിയിലേക്ക് പോവാം. യെസ്, ഇറ്റ്സ് ദ റൈറ്റ് ആൻസർ ഈസ് എം.എ. യൂസുഫ് അലി. ഷറഫ. കേരളത്തിന് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണ് എം.എ. യൂസുഫ് അലി എന്ന് പറയുന്നത്. വളരെ പരിചയമുള്ള ഒരു മുഖമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഒരുപാട് മനസ്സിലാക്കി എടുക്കാനുമുണ്ട്. സർ, നേരത്തെ ഷറഫയോട് ഞാൻ ചോദിച്ചപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ആദ്യ റൗണ്ടിൽ പോയിന്റുകളൊന്നും നേടിയിട്ടില്ല. അതെ, ഇപ്പൊ മുഖം പ്രകാശിക്കുന്നു. ഷറഫ, എന്ത് തോന്നുന്നു ഇപ്പോ? അൽഹംദുലില്ലാ. ഓഡിയൻസ് ഒരു ക്ലാപ്പ് വേണം കേട്ടോ. ആ ചോദ്യത്തോട് അനർത്ഥമാക്കുന്ന തരത്തിൽ ഷറഫ് അതിന് മറുപടി പറഞ്ഞു. നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടക്കാം. ഗുരുജി, നെക്സ്റ്റ് റൗണ്ട് ജസ്റ്റ് ഫ്ലാഗ് ഐഡന്റിഫിക്കേഷൻ. ബസറുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 ക്വസ്റ്റ്യൻ, ഓരോ ചോദ്യത്തിനും 20 പോയിന്റ്. അതിൽ നിങ്ങൾ ഉത്തരം തെറ്റിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക് നെഗറ്റീവ്. പക്ഷേ ഇവിടെ മറ്റൊരു ചാൻസും കൂടെ നിങ്ങൾക്കുണ്ട്. എന്താണ് സാർ ആ ചാൻസ്? ഈ ചാൻസ് ലൈഫ് ലൈനാണ്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് ലൈൻ ആവശ്യപ്പെടാം. പക്ഷേ ഒരു ചോദ്യത്തിൽ ഒരാൾക്ക് മാത്രമേ ലൈഫ് ലൈൻ ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. ഈ ലൈഫ് ലൈൻ എന്താണെന്ന് പറഞ്ഞാൽ 1.5 മിനിറ്റിനുള്ളിൽ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആരോട് നിങ്ങൾക്ക് ചോദിക്കാം. എന്താണ്? ഒന്ന് പറഞ്ഞുതരൂ പ്ലീസ്, ഒന്ന് പറഞ്ഞുതരൂ എന്നിട്ട് ചോദിക്കാം. സാർ, അത് ടീച്ചേഴ്സിന്റെ അടുത്തേക്ക് നമുക്ക് പോകലാക്കണ്ടല്ലേ? ആർക്കും പോകാം. ഓക്കെ സാർ, പക്ഷെ നിയമമുണ്ട്. 1.5 മിനിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. വെറും 1.5 മിനിറ്റിനുള്ളിൽ സ്റ്റേജിൽ ഇറങ്ങി തിരിച്ച് സ്റ്റേജിൽ എത്തണം ഉത്തരം പറയാനായിട്ട്, അല്ലേ സാർ? യെസ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരാൾക്ക് ഒരു ലൈഫ് ലൈനെ കിട്ടുള്ളൂ. ഇനിയും ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള ചിലപ്പോ ഇതിനിടയ്ക്ക് ടൈറ്റ് ആയിരിക്കും. ലൈഫ് ലൈൻ വരാനുണ്ട്. പക്ഷെ ഒന്നെടുത്ത പോയി ഒരാൾക്ക് ഒറ്റ ലൈഫ് ലൈൻ. നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ വിധി എഴുതുന്നത്. നല്ലോണം ശ്രദ്ധിക്കുക. 10 പോയിന്റ് നെഗറ്റീവ് ആണ്. സർ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ബസർ അമർത്തണം. ആൻസർ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബസർ അമർത്തുക. ഓക്കെ. ഗുരുജി ഒരു ഉഷാറല്ലെന്ന് തോന്നുന്നു സാർ. ഓക്കെ, ഈ ഫ്ലാഗ് എങ്ങനെ നമുക്ക് അറിയാം? ഗുരുജി, ജസ്റ്റ് പ്ലേ. ഹിമാലയത്തിന്റെ മടിത്തട്ടിലെ അതിമനോഹരമായ ഒരു രാജ്യത്തു കൂടിയുള്ള സഞ്ചാരം തുടങ്ങിയിരിക്കുന്നു. പച്ചപ്പിന്റെ സമൃദ്ധി, മലനിരകൾ, ചെറു ഗ്രാമങ്ങൾ, വിളഞ്ഞുകിടക്കുന്ന നെൽവയലുകൾ. നമ്മൾ ഒരു സ്വർഗലോകത്തെത്തിയ അനുഭവമാണ് നൽകുന്നത്. അതിമനോഹരമായ കാഴ്ചകൾ. ലോകത്ത് ഏറ്റവും ശുദ്ധമായി ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണിത്. ആദ്യ കാർബൺ നെഗറ്റീവ് രാജ്യം. ഓക്കെ, ഒരാൾ ബസർ അമർത്തിയിട്ടുണ്ട്. 3 ആളുകൾ, 3 പേര് ബസർ അമർത്തിയിട്ടുണ്ട്. ആ ചോദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവർ ബസർ അമർത്തിയെന്നതുകൊണ്ട് അല്ലേ? യെസ് സർ. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണോ ഇത് സാർ? എന്തായാലും നമുക്ക് അവരിലേക്ക് പോകാം അല്ലേ? 10 മാർക്ക് മൈനസ് അല്ലെങ്കിൽ 20 മാർക്ക് പ്ലസ്. ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ ആദ്യം ഹിബക്കാണ് അവസരം ഉള്ളത്. അവളാണ് ആദ്യം ബസർ ഞെക്കിയിട്ടുള്ളത്. അവളുടെ റെഡ് കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സർ, ചോദിക്കാം. ഹിബയുടെ ആൻസർ തെറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് അവസരം ഉണ്ടാവുള്ളൂ. ഹിബയുടെ ആൻസർ ശരിയായ 10 മാർക്ക്. പക്ഷേ തെറ്റിക്കഴിഞ്ഞാൽ സർ ഓക്കെ, അതിരഹസ്യമായിട്ട് നിങ്ങളുടെ ആൻസർ ഇവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. ഇവിടെ ഹിബ എഴുതേണ്ടതില്ല. മറ്റു 2 പേർ മറച്ചു പിടിച്ച് എഴുതണം. ചില തീരുമാനങ്ങൾ നമുക്ക് എതിരായേക്കാം അല്ലേ സാർ? യെസ്. ചില തീരുമാനങ്ങൾ ഇവയുടെ ആൻസർ ശരിയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ 2 ആൻസറും ശരിയാണോ എന്ന് നോക്കണം. ശരിയാണെങ്കിൽ അവർക്ക് മൈനസ് ഇല്ല. അഥവാ തെറ്റിപ്പോയാൽ മാർക്ക് 10 മാർക്ക് മൈനസ് ആയി പോകുന്നതാണ്. ഓക്കെ, പെൻ ഡൗൺ. ഹിബ, ഭൂട്ടാൻ, മെക്സിക്കോ,
സർ, ഹിമാലയൻ പർവ്വതങ്ങളെ പറ്റി പറയുമ്പോൾ ഏതായിരിക്കും ശരിക്കും ആ രാജ്യം? സർ, ഇതിൽ ആരും ലൈഫ് ആവശ്യപ്പെട്ടിട്ടില്ല. യെസ്, നമ്മുടെ ഓഡിയൻസിന് അറിയില്ലേ? ആൻസർ അറിയില്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് യെസ് ഗുരുജി. ഗുരുജി പ്ലീസ് ഓൺ ദ ആൻസർ. ആൻസർ ഈസ് ഭൂട്ടാൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഹിബ 20 പോയിന്റ് നേടിയിരിക്കുന്നു. അഗൈൻ ഹംദക്ക് മൈനസ് ഇല്ലാതെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഭൂട്ടാൻ എന്ന ശരി ഉത്തരമാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ സഫുഹ 10 മാർക്ക് മൈനസ് വാങ്ങിയിരിക്കുന്നു. സഫുഹ 10 മാർക്ക് മൈനസ്. മെക്സിക്കോ ആയിരുന്നു സാർ, മെക്സിക്കോ. സാറേ, നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഒരു പ്രത്യേകത ഫാസ്റ്റ് ആണെല്ലാം, എല്ലാം അറിഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായും. ഇന്നത്തെ ടെക്നോളജി അങ്ങനെ തന്നെയാണ്. ഗുരുജി, നെക്സ്റ്റ് ഫ്ലാഗ്.